നമസ്കാരം. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. നമ്മൾ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1997 ഈ പറഞ്ഞ പോലെ ഒഡീസയിലെ ബി.ജെ.ഡി ബിജു ജനതാദളിന്റെയും കോൺഗ്രസിന്റെയും സഖ്യത്തിനെതിരെ വലിയ തരത്തിലുള്ള +2 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യമായി അദ്ദേഹം തന്റെ 27-ാം വയസ്സിൽ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനെയും അതുപോലെ ബിജു ജനതാദളിനെയും പിടിച്ചുകുലുക്കിയ ഒഡീസ പ്രക്ഷോഭത്തിന് ഏകദേശം 1500 മുതൽ 2000-ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസിനെ കിടുകിടാ ഉറപ്പിച്ച ഒരു സമര നേതാവ് തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാൻ. പക്ഷെ കാലത്തിന്റെ കാവ്യനീതി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞുകുത്തിരിക്കുന്നു. അന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി BDJS-നെയും ഈ പറഞ്ഞ ബിജു ജനതാദളിനെയും കോൺഗ്രസിന്റെയും സഖ്യത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണത്തിലോട്ട് വരുന്നു. ABVP-യിലൂടെ കടന്നു വന്ന ഏറ്റവും വലിയ നേതാവായിരുന്നു. തിരിച്ച് പിന്നീട് കാലം കഴിയുമ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലോട്ട് എത്തുന്നു. UP-യിലെയും ബീഹാറിലെയും ഹരിയാനയിലെയും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ ചാണക്യ കുതന്ത്രങ്ങൾ മെനയുന്നതിന് വലിയ തരത്തിലുള്ള പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതേ ധർമ്മേന്ദ്ര പ്രധാനാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ മോദിയുടെ 3-ാം ഗവൺമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നയിച്ച നേതാവായ ധർമ്മേന്ദ്ര പ്രധാനെതിരെ പിന്നീട് അതേ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിക്കുന്നു. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഏകദേശം 80,000-ഓളം വിദ്യാർത്ഥികൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരുമിച്ച് കൂടുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ കിടുകിടാ ഉറപ്പിക്കുന്നു. അവസാനം 2014 മുതൽ മോദി ഇതേവരെ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് രണ്ട് പ്രാവശ്യം മാത്രമാണ്. ഒന്ന് കർഷകർക്ക് മുമ്പിലും 2 വിദ്യാർത്ഥികൾക്ക് മുമ്പിലും. പിന്നീട് ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമ്പോൾ അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ വലിയ തരത്തിലുള്ള ചർച്ച നടക്കുന്നു. ഇനി എങ്ങനെ അദ്ദേഹത്തെ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് അദ്ദേഹവുമായി കൂടി കാഴ്ച നടത്തുന്നു. പാർട്ടി എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും ഏത് സന്ദർഭങ്ങളിലും എപ്പോഴാണെങ്കിലും എന്താവശ്യത്തിനും പാർട്ടി കൂടെ ഉണ്ടാകുമെന്നും അവര് ധർമ്മേന്ദ്ര പ്രധാനെ അറിയിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, BJP ഭരിക്കുന്നത് മോദി ആണെങ്കിൽ പോലും അമിത്ഷാ ആണെങ്കിൽ പോലും അതിന്റെ എല്ലാം നട്ടെല്ല് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കൂടെ നിർത്തുക എന്നുള്ളത് BJP-യുടെ ഒരു കടമ കൂടിയാണ്. ഇപ്പോൾ BJP അവർക്ക് ധർമ്മേന്ദ്ര പ്രധാൻ ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിന് ഒഡീസയുടെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഒഡീസ ABVP-യിലൂടെ കടന്നു വന്ന് പിന്നീട് BJP-യുടെ സമുന്നതനായ നേതാവായി RSS-ന്റെ വിശ്വസ്തനായി കേന്ദ്രത്തിൽ വലിയ തരത്തിലുള്ള പങ്ക് വഹിച്ച BJP-യുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിൽ വലിയ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആ ധർമ്മേന്ദ്ര പ്രധാനെ പെട്ടെന്ന് അങ്ങനെ BJP-ക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത് ഏത് ക്രൊക്കോ ജനതാ പാർട്ടി പറഞ്ഞാലും, കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാലും, തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാലും, ആം ആദ്മി പാർട്ടി പറഞ്ഞു കഴിഞ്ഞാലും, സമാജ്വാദി പാർട്ടി പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ BJP-ക്ക് സാധിക്കുന്നതല്ല. അത്തരം ഒരു നേതാവിനെ പുറത്താക്കി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് BJP-ക്ക് തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാനെ ഒഡീസയുടെ മുഖ്യമന്ത്രിയായാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ BJP തീരുമാനിക്കുന്നത്. നിലവിൽ MP ആണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ലോക്സഭയിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇലക്ഷനിൽ വീണ്ടും മത്സരം നടക്കും. അദ്ദേഹത്തിന് നിയമസഭയിലോട്ട് എന്തായാലും മത്സരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ LST റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് നമുക്ക് രാജ്യസഭ ഉള്ള പോലെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഒരു സീറ്റ് സെക്കൻഡറി ഹൗസ് ഉണ്ട്. അപ്പോൾ ആ സെക്കൻഡറി ഹൗസിലോട്ടാണ് അദ്ദേഹം കയറുമോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം കിടക്കുന്നുണ്ട്. എന്തായിരുന്നാൽ പോലും അങ്ങനെ വരികയാണെങ്കിൽ ഒരു ബൈ ഇലക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതും ഒഡീസയിൽ തന്നെ ആകുമോ എന്നുള്ളതും വലിയ തരത്തിലുള്ള ആകാംക്ഷ നിലവാക്കുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഒഡീസയുടെ മുഖ്യമന്ത്രി ആകുമ്പോൾ ഈ തരത്തിൽ ഇതുവരെ നടന്ന പ്രശ്നം ഇന്ത്യ മൊത്തമായിരുന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒഡീസയിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒഡീസയിലെ യുവാക്കൾ ഇതിനെ എത്തരത്തിലുള്ള രീതിയിലായി കാണുമെന്നുള്ളതും, വീണ്ടും ക്രൊക്കോ ജനതാ പാർട്ടി ഒഡീസയിലോട്ട് സമരംഗമായി മുമ്പോട്ട് വരുമോ എന്നുള്ളതും എല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. ഇതിലെല്ലാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോദിയുടെ തകർച്ച തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 2014 2013 വരെ ഈ പറഞ്ഞ പോലെ ഈ UPA സർക്കാരിന്റെ മൻമോഹൻ സിംഗിന്റെ ഭരണമായിരുന്നു. വലിയ തരത്തിലുള്ള 2G സ്പെക്ട്രം പോലത്തെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ 2014 മോദി ഭരണത്തിൽ കയറുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷത്തോടു കൂടി വരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ സ്വച്ഛ് ഭാരത്, ജൽശക്തി അഭിയാൻ പോലത്തെ പല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പേര് മാറ്റി കൊണ്ടുവരുന്നു. പിന്നീട് പല പരിപാടിക്കും PM എന്ന് കൂട്ടിച്ചേർക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ജല ഔഷധി യോജന പോലത്തെ പല പ്രോഗ്രാമിന് PM എന്നുള്ള പേര് കൊടുത്തിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ വളരെ കൃത്യമായ ഒരു ഇമേജ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു മോദി. പിന്നീട് അദ്ദേഹത്തിന് ഏറ്റവും വലിയ തിരിച്ചടി കാർഷിക സമരവുമായി ബന്ധപ്പെട്ട ഒരു കർഷക സമരത്തിന്റെ ബില്ല് അദ്ദേഹം പാസ്സാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലോട്ട് പോകുന്നു. അത് പിന്നീട് പഞ്ചാബ് അടക്കമുള്ള, ഹരിയാന അടക്കമുള്ള, മഹാരാഷ്ട്ര അടക്കമുള്ള പല ഭാഗത്തു നിന്നും കർഷക സമരം ഒരുമിച്ച് കൂടി ഡൽഹിയിലോട്ട് പോകുന്നു. ഡൽഹിയിലെ പല സ്ഥലങ്ങളും അക്ഷരാർത്ഥത്തിൽ
ഒരു ചലനമില്ലാത്ത രീതിയിലോട്ട് പോകുന്നു. ഇത്തരത്തിൽ BJP അന്ന് വല്ലാണ്ട് വിറപ്പിച്ച ഒന്നായിരുന്നു കർഷകർ. പിന്നീട് 2019 ശേഷം 2026 എത്തുമ്പോൾ ഏകദേശം ഒരു 6-7 വർഷത്തിന് ശേഷം BJP ഇത്തരത്തിൽ പേടിച്ച ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. പല കാര്യങ്ങളിലും ഇപ്പം ഈ പറഞ്ഞ പോലെ കർഷക സമരം പോലും ഒരുപാട് കാലം കഴിഞ്ഞിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് മോദി ഇത്തരത്തിലുള്ള പല ട്വീറ്റുകളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയാണെങ്കിൽ പോലും അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വിഷയം വെറും 35 ദിവസത്തിനുള്ളിൽ മോദി വരെ പ്രതികരിക്കുന്നു. കാരണം കൈവിട്ടു പോകുന്ന കളിയിലോട്ടാണ് തന്റെ പോക്ക് എന്നുള്ളത് മോദിക്ക് മനസ്സിലാകുന്നു. അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നിർബന്ധപൂർവ്വം BJPയും അതേപോലെ തന്നെ RSS അടക്കമുള്ള സംഘടനകൾ നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ട് വാങ്ങിക്കുന്നത്. RSSന്റെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിൽ ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാനെതിരെ പറയുന്നു, മോദി സർക്കാരിനെതിരെ പറയുന്നു. മോദിക്കെതിരെയുള്ള പല കാര്യങ്ങളും RSSന് കൃത്യമായ വിയോജിപ്പുണ്ട്. ഇപ്പൊ മോദി ഇരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനത്ത് പോലും മറ്റൊരു നേതാവ് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ RSS തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റുമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, 2024 ലോക്സഭാ ഇലക്ഷനിൽ മോദി പറഞ്ഞ പല പ്രസ്താവനകളും താനൊരു ബയോളജിക്കൽ ഹ്യൂമൻ അല്ല, താനൊരു ദൈവമാണ്, ദൈവം തന്നെ നേരിട്ട് ഇങ്ങോട്ട് അയച്ചതാണ് എന്നുള്ള തരത്തിലെല്ലാം പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോലും മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോൽവി തന്നെയാണ് ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളത് ഉറപ്പാണ്. ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലോട്ട്, സ്വന്തം തട്ടകത്തിലോട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയിലോട്ട് വരുന്നു. കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ അദ്ദേഹം വീണ്ടും തിരിച്ച് സംസ്ഥാന മന്ത്രിസഭയിലോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പുറത്തോട്ട് വരുന്ന പല കാര്യങ്ങളും. എന്നിരുന്നാൽ പോലും BJPയുടെ ഈ ഓഫറിന്, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അതുപോലെ JP നദ്ദയുടെയും ഈ ഓഫറിന് അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ള വലിയ തരത്തിലുള്ള ആകാംക്ഷ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിലെ ഒഡീസയുടെ മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു മുഖ്യമന്ത്രി ഒഡീസയിലോട്ട് വരും. അത് ധർമ്മേന്ദ്ര പ്രധാനാകും. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇത് എത്രത്തോളം സത്യമാകും എന്നുള്ളതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊക്കോ ജനതാ പാർട്ടിയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും, അതുമായി ബന്ധപ്പെട്ട BJP ഇനിയും ഒരു പ്രക്ഷോഭത്തിലോട്ട് ഒഡീസയിലോട്ട് പോകുമോ എന്നുള്ളതും, അതല്ല ഈ CJPയുടെ പ്രതിഷേധം അത് കേന്ദ്ര തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കുമോ എന്നുള്ളതും.